ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊരു വിധം ബീഫൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അധികം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഒന്നങ്ങോട്ട് ആവി പോകുന്നത് വരെ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് എടുത്തിട്ടുള്ളതാണ്. വലിയ പീസുകളാക്കിയിട്ട് വേണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ മുറിക്കുന്നത് പോലെ വലിയ പീസസ് ആക്കി മുറിച്ചതിന് ശേഷം വേണം ഇങ്ങനെ വേവിക്കാൻ. ഇങ്ങനെ വേവിച്ച ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് മുറിക്കണം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഇതിനൊരു അളവുണ്ട്, ആ ഒരു കാണാനൊരു വലിപ്പമുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം, അത്യാവശ്യം നീളത്തിലും. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സമാസമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് അതിലും കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടി ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ആവാം. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഓൾറെഡി ഇതിൽ ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്തുകൊണ്ട് ഉപ്പ് ഉണ്ടാവും, എന്നാലും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നുള്ള കളർ ചേർക്കുകയാണ്. നമ്മുടെ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിരിയാണിയിൽ ചിക്കനിൽ ചേർക്കുന്ന കളർ ഉണ്ടല്ലോ, അതാണ്, ഫുഡ് കളറാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ചിലതിലൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മസാല കൂട്ടി വെക്കുമ്പോൾ എണ്ണ ചേർത്തിട്ട് തന്നെ കൂട്ടി വെക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിവിടെ 300 ഗ്രാം ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മസാലയൊക്കെ ആക്കിയ ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ആ എണ്ണയും പച്ചമുളകും വേപ്പിൻ്റെലയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങ് മിക്സായിട്ട് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ അല്ലേ? അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് ഇതുപോലെ നല്ല മുരുമുരാന്ന് പൊരിച്ചെടുത്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഫ്ലഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. എന്തായാലും അള്ളാഹു രക്ഷിക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.